ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ 10ാം ഭാഗം. ആ രാത്രിയും ഷഹ്റസാദ് രാജകുമാരി കഥ പറയാൻ തുടങ്ങി. ഒരു ദിവസം ഒരു കച്ചവടക്കാരൻ കാട്ടിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. ക്ഷീണിച്ചപ്പോൾ അയാൾ ഒരിടത്തിരുന്ന് ഈന്തപ്പഴം തിന്നാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഒരു വലിയ ഭൂതം അയാളുടെ മുമ്പിൽ. "കൊല്ലും നിന്നെ ഞാൻ! നീ എൻ്റെ കുഞ്ഞിനെ കൊന്നു. നീ എറിഞ്ഞ ഈന്തപ്പഴക്കുരു വീണാണ് എൻ്റെ പൊന്നു മകൻ മരിച്ചത്" എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതം അയാളുടെ നേർക്കെടുത്തു. "എന്നെ തൽക്കാലം വിട്ടയക്കണേ. എൻ്റെ സ്വത്ത് മുഴുവൻ ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ പേരിൽ എഴുതി വെച്ചിട്ട് മടങ്ങി വരാം." കച്ചവടക്കാരൻ ഭൂതത്തിൻ്റെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. ഭൂതമാണെങ്കിലും അതിനും ദയയുണ്ട്, സത്യബോധവും നീതിബോധവുമുണ്ട്. അത് കച്ചവടക്കാരനെ വിട്ടയച്ചു. കച്ചവടക്കാരൻ നാട്ടിൽ പോയി സ്വത്തെല്ലാം അവകാശികൾക്ക് എഴുതി വെച്ച് സ്വന്തക്കാരോടും ബന്ധുക്കളോടും യാത്ര പറഞ്ഞ് ഭൂതത്തെ കണ്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തി. കച്ചവടക്കാരൻ ഭൂതത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ഷെയ്ഖുകൾ അവിടെ എത്തിച്ചേർന്നു. ഒരു ഷെയ്ഖ് ഒരു കല്ലമാനെയും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊരു ഷെയ്ഖിൻ്റെ കയ്യിൽ 2 നായ്ക്കളുണ്ടായിരുന്നു. മൂന്നാമത്തെ ഷെയ്ഖിൻ്റെ കൂടെയുണ്ടായിരുന്നത് ഒരു കോവർ കഴുതിയായിരുന്നു. അവർ കച്ചവടക്കാരനോട് ചോദിച്ചു, "ഹേ മനുഷ്യ, ഭൂതബാധയുള്ള പ്രദേശത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കാൻ തനിക്കെന്താ വട്ടുണ്ടോ?" കച്ചവടക്കാരൻ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. കഥ കേട്ട് ഷെയ്ഖുകൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അപ്പോഴേക്കും ഭൂതം വായും പിളർന്ന് അലറിക്കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. കച്ചവടക്കാരനോടൊപ്പം ഷെയ്ഖുകളും വിറയ്ക്കാൻ തുടങ്ങി. എന്നാലും കച്ചവടക്കാരൻ്റെ കഥ കേട്ട് ദയ തോന്നിയ ഷെയ്ഖുകളിലൊരുവൻ ഒരുവിധം ധൈര്യം സംഭരിച്ച് ഭൂതത്തോട് പറഞ്ഞു, "ഹേ ഭൂതരാജാവേ, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ കലമാനിൻ്റെ അത്ഭുതകരമായ കഥ ഞാൻ അങ്ങേ കേൾപ്പിക്കാം. ഈ കച്ചവടക്കാരൻ്റെ രക്തത്തിൽ ഒരു ഭാഗം എനിക്ക് തന്നാൽ മതി." ഭൂതം പറഞ്ഞു, "ശരി, അത്ര വിചിത്രമായ കഥയാണെങ്കിൽ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ അവൻ്റെ രക്തത്തിൽ ഒരു പങ്ക് നിനക്ക് തരാം." ഒന്നാമത്തെ ഷെയ്ഖ് അങ്ങനെ കഥ പറയാൻ തുടങ്ങി. "ഞാൻ വിവാഹം ചെയ്ത് ഭാര്യയുമായി കുറച്ചു കാലം സുഖമായി താമസിച്ചു. എന്നാൽ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒരടിമ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അവളിൽ എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം സന്തോഷപൂർണമായി തീർന്നു. ഒരിക്കൽ കച്ചവട സംബന്ധമായി നാടുവിടേണ്ടി വന്ന എനിക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ വാർത്ത അസഹനീയമായിരുന്നു. എൻ്റെ കുഞ്ഞും അവൻ്റെ അമ്മയും മരിച്ചുപോയെന്ന് ആദ്യ ഭാര്യ എന്നെ അറിയിച്ചു. എനിക്ക് ആ നടുക്കത്തിൽ നിന്നുണരാൻ കുറേ കാലം വേണ്ടി വന്നു. ഒരു ദിവസം അറുക്കാനായി എൻ്റെ കന്നീൻ കൂട്ടത്തിൽ ഒന്നിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ നല്ല തടിച്ചൊരെണ്ണത്തെ തിരഞ്ഞെടുത്ത് കൊടുത്തയച്ചു. അതെന്നെ കണ്ടപ്പോഴേക്കും ഒച്ചയെടുക്കാനും ബഹളം കൂട്ടാനും തുടങ്ങി. അത് വകവയ്ക്കാതെ ഞാനതിനെ വെട്ടി. അതിശയമെന്ന് പറയട്ടെ, മാംസമോ രക്തമോ അതിൽ നിന്ന് കിട്ടിയില്ല. കുറെ എല്ലും തോലും മാത്രമാണ് ലഭിച്ചത്. വീണ്ടും ഒരു പശുക്കുട്ടിയെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അവൾ നല്ല തടിച്ചൊരു പശുക്കുട്ടിയെ കൊടുത്തയച്ചു. അതും എന്നെ കണ്ടപ്പോൾ ദയനീയമായി നിലവിളിക്കാൻ തുടങ്ങി. ആ പശുക്കുട്ടിയിൽ അനുകമ്പ തോന്നിയ ഞാൻ അതിനെ പശുക്കളെ നോക്കിയിരുന്നവന് സമ്മാനമായി കൊടുത്തു. പിറ്റേ ദിവസം അയാൾ പശുക്കുട്ടിയെയും കൊണ്ട് തിരിച്ചു വന്നു. "യജമാനെ, എൻ്റെ മകൾ പറയുന്നു ഇത് പശുക്കുട്ടിയല്ലെന്ന്. ഞാനിതിനെ കൊണ്ടുചെന്നപ്പോൾ അവൾ ചോദിച്ചത്, അച്ഛൻ എന്തിനാ ഈ ചെറുപ്പക്കാരനെ എനിക്ക് കൊണ്ടുവന്ന് തന്നത് എന്നാണ്. അവളുടെ അഭിപ്രായത്തിൽ ഇത് അങ്ങയുടെ മകനാണ്. നേരത്തെ കൊന്ന പശു അങ്ങയുടെ പ്രിയതമയും. അങ്ങയുടെ ആദ്യ ഭാര്യയ്ക്ക് മന്ത്രവാദം അറിയാമല്ലോ. അവർ ചെയ്ത പണിയാണിത്." അത് കേട്ട് ഷെയ്ഖ് ദുഃഖിതനായി പശുപാലകന്റെ വീട്ടിലേക്ക് പാഞ്ഞു.
മകനെ എങ്ങനെയെങ്കിലും പഴയ രൂപത്തിലാക്കി തനിക്ക് നൽകണമെന്ന് പശുപാലകന്റെ പുത്രിയോട് അഭ്യർത്ഥിച്ചു. അവൾ പകരം 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഷെയ്ഖിന്റെ മകനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കണം. അവനെ അപ്രകാരമാക്കിയ മന്ത്രവാദിനിയെ തനിക്ക് ഇഷ്ടം പോലെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്കാൻ അനുവദിക്കുകയും വേണം. ഷെയ്ഖ് അത് സമ്മതിച്ചു. അങ്ങനെ രൂപം മാറിയ ഷെയ്ഖിന്റെ ആദ്യ ഭാര്യയാണ് എൻ്റെ കൂടെയുള്ള കലമാൻ. ഭൂതത്തിന് കഥ വളരെ ഇഷ്ടമായി. കച്ചവടക്കാരൻ്റെ രക്തത്തിൽ ഒരു ഭാഗം നൽകാമെന്ന് സമ്മതിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഷെയ്ഖ് മറ്റൊരു അഭ്യർത്ഥനയുമായി എത്തി. ഞാൻ എൻ്റെ പക്കലുള്ള നായ്ക്കുട്ടികളെക്കുറിച്ച് മറ്റൊരു അത്ഭുത കഥ പറയാം. പക്ഷേ കച്ചവടക്കാരൻ്റെ രക്തത്തിൽ ഒരു പങ്ക് എനിക്ക് വിട്ടുതരണം എന്ന് മാത്രം. ഭൂതം അത് സമ്മതിച്ചു. ഷെയ്ഖ് കഥ തുടങ്ങി. ഞങ്ങൾ 3 സഹോദരന്മാരായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ സ്വത്ത് 3ആയി ഞങ്ങൾ പങ്കിട്ടെടുത്തു. ഓരോരുത്തരും അവരുടെ പങ്കുകൊണ്ട് കച്ചവടം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അതിലൊരു സഹോദരന് പുറം രാജ്യങ്ങളിൽ പോയി ഭാഗ്യമന്വേഷിക്കാൻ മോഹമായി. ഭാഗ്യം കൊണ്ട് ഞാനതിന് ഒരുങ്ങിയില്ല. മറ്റ് 2 സഹോദരന്മാരും പുറപ്പെട്ടു പോയി. എന്നാൽ ഭാഗ്യദേവത അവരെ കടാക്ഷിച്ചില്ല. ഇരുവർക്കും മുതലും പോയി വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. സഹോദരന്മാരുടെ സ്ഥിതിയിൽ അലിവ് തോന്നിയ ഞാൻ എൻ്റെ മുതൽ മുടക്കിന് ഊനം തട്ടാതെ കിട്ടുന്ന ആദായം 3ആയി പങ്കിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കച്ചവടം ഒരുവിധം നന്നായി നടക്കുകയായിരുന്നു. ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒരു കപ്പലിൽ യാത്ര പുറപ്പെട്ടു. കപ്പലിൽ വെച്ച് മുഷിഞ്ഞ് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു യുവതി എന്നെ സമീപിച്ച് അവളെയും കൂടി എൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു. അവളുടെ ദയനീയ സ്ഥിതിയിൽ ദയ തോന്നിയ ഞാൻ അത് സമ്മതിച്ചു. അവൾക്ക് ഞാൻ നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും കൊടുത്തു. നല്ല വസ്ത്രം അണിഞ്ഞപ്പോൾ അവൾ ഒരു രാജകുമാരിയെപ്പോലെ ശോഭിച്ചു. ക്രമേണ അവൾ എൻ്റെ ഭാര്യയായി തീർന്നു. എൻ്റെ ഭാഗ്യത്തിൽ അസൂയ പൂണ്ടിരുന്ന സഹോദരന്മാർ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന എന്നെയും അവളെയും കടലിലേക്ക് എടുത്തെറിഞ്ഞു. ഞെട്ടിയുണർന്ന ഞാൻ കണ്ടത് അവൾ ഒരു വലിയ ഭൂതമായി എന്നെയും തോളിലേറ്റി പോകുന്നതാണ്. അവൾ എന്നെ ഒരു വീടിൻ്റെ മട്ടുപ്പാവിലെത്തിച്ചു. അവളില്ലായിരുന്നെങ്കിൽ അന്നേ ഞാൻ നശിച്ചേനെ. അവൾ യഥാർത്ഥത്തിൽ ഒരു ഭൂതമായിരുന്നെന്നും എൻ്റെ ദയാപൂർവമായ പെരുമാറ്റത്തിൽ ആകൃഷ്ടയായിട്ടാണ് എന്നെ വിവാഹം കഴിച്ചതെന്നും പറഞ്ഞു. സഹോദരന്മാരെ 2 പേരെയും താൻ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് അവൾ അപ്രത്യക്ഷയായി. അവരെ കൊല്ലരുതേ എന്ന് ഞാൻ താഴെ വീണ് അപേക്ഷിച്ചിട്ടും കാര്യമുണ്ടായില്ല. പിറ്റേ ദിവസം കട പൂട്ടി വീട്ടിലേക്ക് ചെന്ന എന്നെ സ്വാഗതം ചെയ്തത് ഈ 2 നായ്ക്കളായിരുന്നു. എന്നെ കണ്ട ഉടനെ ഈ നായ്ക്കൾ എൻ്റെ വസ്ത്രത്തുമ്പിൽ പിടിച്ച് ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. എൻ്റെ സഹോദരി മാന്ത്രിക വിദ്യയിൽ എന്നേക്കാൾ ജ്ഞാനമുള്ളവളാണ്. അവളാണ് ഇവരെ ഈ രൂപത്തിലാക്കിയത്. 10 വർഷം കഴിയാതെ അവർക്ക് ശാപമോക്ഷം കിട്ടുകയില്ല. അല്ലയോ ഭൂതരാജാവേ, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. എൻ്റെ ഭാര്യ സഹോദരിയോട് വീണ്ടും അവരെ പൂർവ്വസ്ഥിതിയിലാക്കി തരാൻ അപേക്ഷിക്കാനാണ് ഞാൻ ഈ വഴി വന്നത്. ഭൂതം പറഞ്ഞു, ശരി, നിന്റെ കഥ വളരെ വിചിത്രം തന്നെ. ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഈ മനുഷ്യൻ്റെ രക്തത്തിൽ 3/1 ഭാഗം നിനക്കുള്ളതാണ്. അപ്പോഴേക്കും 3ാമത്തെ ഷെയ്ഖ് ഭൂതത്തിൻ്റെ മുമ്പിൽ പ്രവേശിച്ചു. ഇവരുടെ 2 പേരുടെയും കഥയേക്കാൾ അത്ഭുതകരമാണ് എനിക്ക് പറയാനുള്ള കഥ. പക്ഷേ അങ്ങ് ദയവ് ചെയ്ത് ഈ മനുഷ്യൻ്റെ ശേഷിച്ച രക്തം എനിക്ക് തരണം. 3ാമത്തെ ഷെയ്ഖ് കഥ തുടർന്നു. എൻ്റെ കയ്യിലുള്ള ഈ കോവർ കഴുത എൻ്റെ ഭാര്യയായിരുന്നു. ഒരിക്കൽ 1 വർഷത്തോളം കച്ചവട സംബന്ധമായി ഇവളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. ഒരു രാത്രി തിരിച്ചെത്തിയ ഞാൻ കണ്ടത് അവരുടെ കളിയും ചിരിയും ചുംബനങ്ങളുമാണ് എന്നെ സ്വീകരിച്ചത്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവളൊരു പാത്രം വെള്ളവുമായി എൻ്റെ നേരെ ചാടി വന്നു. എന്തോ മന്ത്രിച്ചിട്ട് അവൾ ആ വെള്ളം എൻ്റെ ദേഹത്ത് തെളിയിച്ച് നായയായി തീരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഒരു നായയായി തീർന്നു.
അവൾ എന്നെ വീട്ടിൽ നിന്നും ഓടിച്ചു. അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ഒടുവിൽ ഇറച്ചിക്കടയുടെ അടുത്തെത്തി. അവിടെ കിടന്നിരുന്ന് എല്ലു തിന്നാൻ തുടങ്ങിയ എന്നെ കച്ചവടക്കാരൻ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇറച്ചി കച്ചവടക്കാരൻ്റെ മകൾ എന്നെ കണ്ട ഉടനെ ലജ്ജിച്ച് അവളുടെ മുഖാവരണം എടുത്തിട്ടു. അവൾ പിതാവിനോട് ചോദിച്ചു, ഇതെന്താണ് എൻ്റെ അടുത്തേക്ക് ഒരു പുരുഷനെ കൊണ്ടുവരുന്നത്? അയാൾ അമ്പരന്ന് പോയി. അതേ അച്ഛ, ഇതൊരു മനുഷ്യൻ തന്നെയാണ്. ഇയാളെ നായിയാക്കിയത് ഒരു സ്ത്രീയാണ്. ഇയാളെ ഞാൻ രക്ഷിക്കാം. അവൾ എന്തോ മന്ത്രിച്ച് കുറെ വെള്ളത്തുള്ളികൾ എൻ്റെ മേൽ തളിച്ചു. പെട്ടെന്ന് ഞാൻ പൂർവ്വരൂപത്തിലായി. സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ അവളെ വണങ്ങി. എൻ്റെ ദുഷ്ടയായ ഭാര്യയെ ഇതുപോലെ മാന്ത്രിക ശക്തി കൊണ്ട് ശിക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. അവൾ എനിക്ക് കുറച്ച് വെള്ളം തന്ന് ഭാര്യ ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ ഇഷ്ടമുള്ള രൂപത്തിൽ സങ്കല്പിച്ച് തളിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയെ ഞാൻ കോവർ കഴുതിയാക്കി. കഥ പറഞ്ഞു തീർന്നപ്പോൾ ഭൂതം കഴുതയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇത് സത്യമാണോ? അവൾ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഈ കഥ ഭൂതത്തെ വികാരപരവശനാക്കി. കച്ചവടക്കാരൻ്റെ രക്തത്തിൽ അവശേഷിച്ച പങ്ക് അയാൾക്കും നൽകി. അങ്ങനെ കച്ചവടക്കാരൻ പൂർണ്ണമായും ഷെയ്ഖുകളുടെ അധീനതയിലായി. അവർ അയാളെ മോചിപ്പിച്ചു. ഷെഹ്റസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. മീൻപിടുത്തക്കാരൻ്റെ കഥയോട് തുലനം ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞ കഥകൾ നിസ്സാരങ്ങളാണ്. എന്താണ് മുക്കുവൻ്റെ കഥ? രാജാവ് അക്ഷമനായി. അവൾ പറഞ്ഞു, ഒരിക്കൽ ദരിദ്രനായ ഒരു വൃദ്ധ മുക്കുവനുണ്ടായിരുന്നു. അയാൾക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ദിവസം 4 പ്രാവശ്യം വല വീശും. അതാണ് അയാളുടെ പതിവ്. ഒരു ദിവസം അയാൾ വല വീശി. വലിച്ചപ്പോൾ വലിയ ഭാരം. ഒരു വിധത്തിൽ പൊക്കിയെടുത്ത് നോക്കിയപ്പോൾ വലയിൽ ഒരു കഴുതയുടെ ശവം. തലയിലെഴുത്ത് തന്നെ. മുക്കുവൻ വീണ്ടും വല വീശി. ഇത്തവണയും വലിയ ഭാരം. കൂറ്റൻ മത്സ്യമായിരിക്കണം. സകല ശക്തിയും ഉപയോഗിച്ച് ഒരുവിധം വല വലിച്ചെടുത്തപ്പോൾ കണ്ടത് ഒരു മൺഭരണിയാണ്. അത് നിറച്ചും ചളിയും മണലുമായിരുന്നു. ദൈവമേ, കണി കണ്ടത് ആരെയാണാവോ? 3ാമത്തെ തവണ കിട്ടിയത് കുറെ പാത്രകഷ്ണങ്ങളായിരുന്നു. 4ാമത്തെ പ്രാവശ്യം, അതാണല്ലോ അവസാനത്തെ വീശൽ, ദൈവത്തെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വല വീശി. വല പൊക്കാനേ പറ്റുന്നില്ല. വളരെ പാടുപെട്ട് അയാൾ ഒരു പ്രകാരത്തിൽ അത് പൊക്കിയെടുത്തു. ഇത്തവണ കണ്ടത് ഒരു ചെമ്പുപാത്രമാണ്. നല്ല കനത്തിൽ ഈയം കൊണ്ടടച്ച് മുദ്ര വെച്ച പാത്രം. അയാൾക്ക് സന്തോഷമായി. ഇത് ചെമ്പു പാത്രക്കാർക്ക് വിറ്റാൽ അഷ്ടിക്ക് വകയായി. പാത്രം പൊക്കാൻ നോക്കിയപ്പോൾ അത് പൊങ്ങുന്നില്ല. ഒടുവിൽ തുറന്നു നോക്കി. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ പുക പൊങ്ങാൻ തുടങ്ങി. മുക്കുവൻ അമ്പരന്ന് പോയി. ക്രമേണ പുക ആകാശം വരെ പൊങ്ങി ഭൂമി മുഴുവൻ വ്യാപിച്ചു. അവസാനം അത്യത്ഭുതമെന്ന് പറയട്ടെ, പുകയെല്ലാം കൂടി ഒരു ഭൂതത്താനായി മാറി. അവൻ്റെ തല ആകാശത്ത് മുട്ടിയിരുന്നു, കാൽ ഭൂമിയിലും. തല ഒരു വലിയ ഗോളം പോലെയായിരുന്നു, കാലുകൾ കപ്പൽ തൂണുകൾ പോലെ, വായ ഒരു ഗുഹ പോലെ, പല്ലുകളോ വലിയ കല്ലുകൾ പോലെയും. മുക്കുവൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലും. ഏത് രീതിയിൽ കൊല്ലണം? ഭൂതമലറി. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തല്ലോ. എന്നാൽ നീ എൻ്റെ കഥ കേൾക്ക്, അപ്പോൾ മനസ്സിലാകും നീ ചെയ്ത തെറ്റ്. ഭൂതം പറഞ്ഞു, എൻ്റെ പേര് സക്വൻ. സുലൈമാൻ്റെ എതിരാളിയാണ് ഞാൻ. ഒരിക്കൽ സുലൈമാൻ്റെ മന്ത്രി എന്നെ അവൻ്റെ ശക്തിക്കധീനമാക്കി സുലൈമാൻ്റെ മുമ്പിലെത്തിച്ചു. സുലൈമാൻ എന്നെ കണ്ടപ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ അനുസരിച്ച് വിശ്വസ്തനായിരിക്കാൻ പറഞ്ഞു. ഞാൻ നിഷേധിച്ചപ്പോൾ എന്നെ ഈ പാത്രത്തിലടച്ച് കടലിലേക്ക് എറിഞ്ഞു. ഞാൻ കഷ്ടത്തിലായി. എന്നെ സ്വതന്ത്രനാക്കുന്നവന് ധാരാളം സമ്പത്ത് നൽകാമെന്ന് തീരുമാനിച്ച് ഞാൻ കാത്തുകിടന്നു. അങ്ങനെ 100 വർഷം വെള്ളത്തിൽ കിടന്നു. പക്ഷേ ആരും വന്നില്ല. രക്ഷിക്കുന്നവന് ഭൂമിയിലെ സകല ധനവും നൽകാൻ നിശ്ചയിച്ച് പിന്നെയും 100 വർഷം ഞാൻ കാത്തുകിടന്നു. ആരും എന്നെ സ്വതന്ത്രനാക്കിയില്ല.
അങ്ങനെ 400 വർഷം ഞാൻ അവിടെ കിടന്നു. അവസാനം ഞാനൊരു സത്യം ചെയ്തു. ഇനി എന്നെ മോചിപ്പിക്കുന്നവനെ ഞാൻ കൊല്ലും. നീയാണ് എന്നെ മോചിപ്പിച്ചത്. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. കഷ്ടം! ഉപകാരം ചെയ്തവനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് മുക്കുവൻ പറഞ്ഞു നോക്കി. യാതൊരു ഗുണവും ഉണ്ടായില്ല. ഒടുവിൽ മുക്കുവൻ പറഞ്ഞു, അള്ള, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഈ ഭൂതത്തിൻ്റെ ഒരു ചെറിയ വിരൽ പോലും ഈ പാത്രത്തിൽ കടക്കില്ല. പിന്നെ എങ്ങനെ ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കടന്നു? എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാലേ ഞാനത് വിശ്വസിക്കൂ. മുക്കുവൻ്റെ വർത്തമാനം കേട്ട ഭൂതം, നിനക്ക് വിശ്വാസമായില്ല അല്ലേ? എന്നാൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് പുകയായി ചെറുതായി ചെറുതായി ഭരണിയിൽ കയറിക്കൂടി. ഉടനെ ബുദ്ധിമാനായ മുക്കുവൻ പാത്രം സുലൈമാന്റെ മുദ്രയുള്ള മൂടി കൊണ്ട് അടച്ചു. ഭരണി വെള്ളത്തിലേക്ക് താഴ്ത്താൻ തുനിഞ്ഞപ്പോൾ, അയ്യോ, എന്നെ വിട്ടയക്കണേ, നിനക്ക് എന്തു വേണമെങ്കിലും തരാമേ എന്ന് ഭൂതം ദയനീയമായി കരഞ്ഞ് അപേക്ഷിച്ചു. ഇല്ല, ഞാൻ നിന്നെ വിട്ടയച്ചാൽ യുനാൻ രാജാവിൻ്റെ മന്ത്രിയുടെയും വൈദ്യൻ്റെയും കഥയിലെ അനുഭവമാണ് എനിക്കുണ്ടാവുക, മുക്കുവൻ പറഞ്ഞു. ഭൂതം മുക്കുവനോട് ആ കഥ പറയാൻ ആവശ്യപ്പെട്ടു. മുക്കുവൻ കഥ തുടങ്ങി. വളരെ കാലം മുമ്പ് ഒരു രാജ്യത്ത് യുനാൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. ലോകത്തുള്ള സകല വൈദ്യന്മാരും ചികിത്സിച്ചു. ഒരു കാര്യവും ഉണ്ടായില്ല. ഒടുവിൽ ഒരു ദിവസം പ്രസിദ്ധനായ റയ്യാൻ എന്ന വൈദ്യൻ നഗരത്തിലെത്തി. അദ്ദേഹം എല്ലാ ഭാഷകളിലും പാണ്ഡിത്യമുള്ളവനായിരുന്നു. രോഗചികിത്സയിലും ജ്യോതിശാസ്ത്രത്തിലും എല്ലാം അദ്ദേഹം വിദഗ്ധനായിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുണ്ടായിരുന്ന രാജാവിനെ മുഖം കാണിച്ച് വൈദ്യൻ പറഞ്ഞു, സകല വൈദ്യന്മാരും തോറ്റു പിന്മാറിയ രംഗത്ത് ഞാൻ വന്നിരിക്കുകയാണ് അങ്ങയെ രക്ഷിക്കാൻ. യൂനാന് വലിയ അത്ഭുതമായി. ദൈവത്തിൻ്റെ പേരിൽ ഞാൻ ആണയിട്ട് പറയുന്നു, എൻ്റെ രോഗം മാറിയാൽ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും ഞാൻ നടപ്പിലാക്കാം. നിങ്ങളുടെ അനന്തര തലമുറകളെയും ഞാൻ സമ്പന്നരാക്കാം. റയ്യാൻ രാജധാനിക്കടുത്ത് ഒരു വീട്ടിൽ താമസിച്ചു. പന്ത് തട്ടിക്കളിക്കാൻ പറ്റിയ ഒരു ദണ്ടുണ്ടാക്കി. പലതരത്തിലുള്ള മരുന്നുകളുടെ സത്തെടുത്ത് അതിൻ്റെ പൊള്ളയായ പിടിയിൽ നിറച്ചുറപ്പിച്ചു. നല്ലൊരു പന്തുമുണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ രാജധാനിയിലെത്തി രാജാവിനോട് മൈതാനത്തിൽ ആ ദണ്ടുകൊണ്ട് പന്തടിച്ച് വ്യായാമം ചെയ്യാൻ അപേക്ഷിച്ചു. അതായിരുന്നു ചികിത്സാ നിർദ്ദേശം. ദണ്ടുകൊണ്ട് പന്തിന്മേൽ ആഞ്ഞടിക്കുക, ദേഹം മുഴുവനും വിയർക്കുന്നതുവരെ. അങ്ങനെ ദേഹം മുഴുവൻ വിയർത്തു കഴിഞ്ഞാൽ രാജധാനിയിലേക്ക് തിരിച്ചെഴുന്നള്ളി കുളിക്കുക, സുഖമായി ഉറങ്ങുക. അപ്പോഴേക്കും എല്ലാ അസുഖവും മാറുമെന്ന് പറഞ്ഞു. മരുന്ന് ഒന്നും കൂടാതെ രോഗം മാറുമെന്നോ? വിശ്വാസമുണ്ടായില്ലെങ്കിലും രാജാവ് അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ രാജാവ് അതിശയിച്ചു പോയി. തൻ്റെ രോഗം മാറിയിരിക്കുന്നു. അരോഗ ദൃഢഗാത്രനായ രാജാവിനെയാണ് ആളുകൾ പിറ്റേന്ന് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് രോഗമുണ്ടായിരുന്നെന്ന് പോലും ആരും പറയില്ല. രാജാവിനുണ്ടായ സന്തോഷം വർണ്ണനാതീതമായിരുന്നു. അദ്ദേഹം വൈദ്യനെ കെട്ടിപ്പിടിച്ച് സകല ആചാരങ്ങളും ചെയ്തു. ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയച്ചു. രാജാവിന് വൈദ്യനെക്കുറിച്ച് അഭിമാനവും സന്തോഷവും തോന്നി. അദ്ദേഹത്തെ തൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് യൂനാൻ ഉറങ്ങിയത്. പിറ്റേ ദിവസവും രാജാവ് വൈദ്യനെ വിളിച്ച് സൽക്കരിച്ചു. തൻ്റെ സിംഹാസനത്തിനരികെ തന്നെ വൈദ്യനെയും പിടിച്ചിരുത്തി. ഇങ്ങനെ 2-3 ദിവസം ആവർത്തിച്ചു. ഒരു മന്ത്രി, അയാൾ കണ്ടാൽ തന്നെ ക്രൂരനും നീചനും വിരൂപനുമായിരുന്നു. ഇതിൽ അസൂയാലുവായി. അയാൾ രാജാവിനോട് നേരിട്ട് പറഞ്ഞു, ശത്രുവിനെയാണ് അങ്ങ് സൽക്കരിക്കുന്നത്, അങ്ങയുടെ നന്മയ്ക്കല്ല ഇത്. രാജാവിന് അത് കേട്ട് മന്ത്രിയോട് കോപം തോന്നി. ശത്രുവോ? എന്നെ മാറാ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കിയ എൻ്റെ സ്നേഹിതനെക്കുറിച്ചാണോ നീ ഈ പറയുന്നത്? അദ്ദേഹം പകുതി രാജ്യം ആവശ്യപ്പെട്ടാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നീ ഇതെല്ലാം അസൂയ കൊണ്ട് പറയുന്നതാണ്. സിൻബാദ് രാജാവിന് പറ്റിയതുപോലെ എനിക്കും സംഭവിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം?
കഥ ഇത്രയുമായപ്പോൾ നേരം പുലർന്നു. അടുത്ത രാത്രിയിൽ ഷഹ്റസാദ് കഥ തുടർന്നു. യുനാൻ പറഞ്ഞു, സിൻബാദിനെ പോലെ തെറ്റ് ചെയ്ത് പശ്ചാത്താപിക്കാൻ ഞാനില്ല. ഉടനെ മന്ത്രിക്ക് സിൻബാദിന്റെ കഥ കേൾക്കാൻ തിടുക്കമായി. ഒരിക്കൽ നായാട്ടിൽ വലിയ കമ്പക്കാരനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേട്ടയിൽ നല്ല പാഠവും സിദ്ധിച്ചിരുന്ന ഒരു പക്ഷിയുണ്ടായിരുന്നു. രാപ്പകലത് അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരുന്നില്ല. അതിൻ്റെ കഴുത്തിൽ ഒരു സ്വർണ്ണപാത്രം കെട്ടിത്തൂക്കിയിരുന്നു. ആ പാത്രത്തിൽ നിന്നാണ് പക്ഷി വെള്ളം കുടിക്കാറുള്ളത്. കാലാവസ്ഥ അനുകൂലമായിരുന്നൊരു ദിവസം രാജാവ് നായാട്ടിന് പുറപ്പെട്ടു. താഴ്വരയിലെത്തിയ രാജാവും അനുയായികളും നായാട്ടുവല വീശി. ഉടനെ ഒരു മാൻകുട്ടി ആ വലയിൽ വീണു. അതിനെ താൻ കൊല്ലാമെന്ന് പറഞ്ഞ് രാജാവ് അടുത്തേക്ക് ചെന്നപ്പോൾ കാലുകൾ നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നതുപോലെ അത് രാജാവിനെ സമീപിച്ചു. രാജാവ് ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയപ്പോഴേക്കും അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മീതെ ചാടി ഓടിപ്പോയി. നായാട്ടുകാരെല്ലാവരും പരസ്പരം കണ്ണിറുക്കുന്നത് കണ്ട് രാജാവ് എന്താണ് കാരണമെന്ന് ചോദിച്ചു. അതിൽ ഒരുവൻ പറഞ്ഞു, അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ, അത് രക്ഷപ്പെടാൻ ഇടയാക്കുന്നത് ആരായാലും അവൻ മരിക്കണമെന്ന്. അയ്യോ, എൻ്റെ ജീവൻ കളയേണ്ടി വരില്ലേ അപ്പോൾ? അതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. രാജാവ് കുതിരപ്പുറത്ത് കയറി ആവുന്നത്ര വേഗം ഓടിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വേട്ടപ്പക്ഷി പറന്നു വീണ് ആ സാധു മൃഗത്തിൻ്റെ കണ്ണിൽ കുത്തി. രാജാവ് അപ്പോഴേക്കും അതിനെ അമ്പെയ്ത് കൊന്നു. ഇത്രയുമായപ്പോഴേക്കും രാജാവും കുതിരയും ദാഹം കൊണ്ട് പരവശരായി. സ്ഥലമാണെങ്കിൽ ഒരു മരുഭൂമി, നല്ല ചൂടുള്ള ദിവസവും. എന്നാൽ ഭാഗ്യത്തിന് ചുറ്റും നോക്കിയ രാജാവിൻ്റെ കാഴ്ചയിൽപ്പെട്ടത് ഒരു മരത്തിൻ്റെ തടിയിൽ നിന്നും വെണ്ണയുടെ കനത്തിൽ വെള്ളം വീഴുന്നതാണ്. രാജാവ് വേട്ടപ്പക്ഷിയുടെ കഴുത്തിൽ നിന്ന് പാത്രമെടുത്ത് ഈ വെള്ളം നിറച്ച് അതിൻ്റെ മുമ്പിൽ വെച്ചു. പക്ഷേ പക്ഷി അത് നഖം കൊണ്ട് തട്ടിമറിച്ചിട്ട് കളഞ്ഞു. വീണ്ടും രാജാവ് വെള്ളം നിറച്ചു കൊടുത്തു. എന്നാൽ അതും ആ പക്ഷി തട്ടിക്കളഞ്ഞു. ഇതിൽ കുപിതനായ രാജാവ് മൂന്നാമതും വെള്ളം നിറച്ചു. കുതിരയ്ക്ക് കുടിക്കാൻ നീട്ടിയപ്പോഴേക്കും പക്ഷി പറന്നെത്തി ചിറകുകൊണ്ട് പാത്രം തട്ടിക്കളഞ്ഞു. രാജാവിന് കലി വന്നു. എന്ത്, നീ അത്രയ്ക്കായോ? അസത്ത് പക്ഷി, നീ എന്നെയും കുതിരയും വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് വാളൂരി അതിൻ്റെ 2 ചിറകും വെട്ടിവീഴ്ത്തി. വീണ് പിടയുന്ന പക്ഷി ഇടയ്ക്കിടയ്ക്ക് തല പൊക്കി മരത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രാജാവ് അത് കണ്ടത്. ആ മരം നിറയെ സർപ്പങ്ങളായിരുന്നു. അവയുടെ വിഷമാണ് വെള്ളമായി വീണിരുന്നത്. രാജാവ് ദുഃഖപരവശനായി. തൻ്റെ ബുദ്ധിശൂന്യതയും ദുഷ്കൃത്യവും ഓർത്ത് ദുഃഖിച്ച് രാജധാനിയിലേക്ക് മടങ്ങി. അദ്ദേഹം ചിറകറ്റ പക്ഷിയെ മടിയിൽ വെച്ച് തടവിക്കൊണ്ടിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് പിടഞ്ഞു മരിച്ചു. രാജാവ് തൻ്റെ സങ്കടം എണ്ണിപ്പറഞ്ഞ് വിലപിച്ചു. ഇതാണ് സിദ്ബാദ് രാജാവിൻ്റെ കഥ. മന്ത്രി ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അവസാനം അങ്ങ് എൻ്റെ വാക്കുകളുടെ വിലയറിയും. അതിഭീകരനായ ഒരു മന്ത്രി ഒരു രാജാവിൻ്റെ ഓമന മകനെ നശിപ്പിച്ച കഥ കേട്ടിട്ടില്ലേ? അതുപോലെ അങ്ങ് നശിക്കുമോ എന്നാണ് എൻ്റെ ഭയം. എന്താണ് ആ കഥ? രാജാവ് ചോദിച്ചു. രാജകുമാരന് നായാട്ടിൽ വലിയ ഭ്രമമായിരുന്നു. മകനെ എല്ലായിടത്തും അനുഗമിക്കണമെന്ന് രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചിരുന്നു. ഒരു ദിവസം രാജകുമാരനും മന്ത്രിയും കൂടി കാട്ടിൽ കൂടി പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു വിചിത്ര ജന്തുവിനെ കണ്ടു. മന്ത്രിക്കറിയാമായിരുന്നു അത് എന്തു തരം ജന്തുവാണെന്ന്. എങ്കിലും അയാൾ രാജകുമാരനോട് പറഞ്ഞു, ആ ശ്രേഷ്ഠ മൃഗത്തെ നമുക്ക് പിടിക്കാമെന്ന്. രാജകുമാരൻ അതിനെ പിന്തുടർന്ന് ഒരു മരുഭൂമിയിലെത്തി. പെട്ടെന്ന് മൃഗം അപ്രത്യക്ഷമായി. ഒരു സുന്ദരി കരഞ്ഞുകൊണ്ട് രാജകുമാരൻ്റെ മുമ്പിലെത്തി. ഞാനൊരു രാജാവിൻ്റെ മകളാണ്. ഈ മരുഭൂമിയിൽ കൂടി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ അതിൻ്റെ പുറത്തു നിന്ന് താഴെ വീണു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ്. ഇതിൽ ദയ തോന്നിയ രാജകുമാരൻ അവളെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോയി.
വഴിയിൽ വെച്ച് അവളൊന്ന് താഴെ ഇറങ്ങി. കുറെ നേരം കാത്തിട്ടും അവളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ രാജകുമാരൻ കണ്ടത് അവളുടെ സ്ഥാനത്ത് ഉഗ്രരൂപിണിയായ ഒരു യക്ഷിയെയാണ്. യക്ഷി അവളുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു: നിങ്ങൾക്ക് വിശപ്പടക്കാൻ ഞാൻ ഇന്നൊരു തടിച്ച ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. രാജകുമാരൻ അത് കേട്ട് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ യക്ഷി പഴയ വേഷത്തിൽ രാജകുമാരൻ്റെ അടുക്കലെത്തി. നീ എന്തിനാണ് വിറയ്ക്കുന്നത്? രാജകുമാരൻ പറഞ്ഞു: എനിക്കൊരു ശത്രുവുണ്ട്, അതാണ് ഞാൻ ഭയപ്പെടുന്നത്. നീയൊരു രാജകുമാരനല്ലേ, ശത്രുവിന് പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തിക്കൂടെ? അയ്യോ, എൻ്റെ ശത്രു പണം കൊണ്ട് തൃപ്തിപ്പെടില്ല, എൻ്റെ ജീവൻ തന്നെ വേണമതിന്. എന്നാൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ആ ശത്രുവിനെ നശിപ്പിക്കുവാൻ. ഉടനെ രാജകുമാരൻ തൊഴുതുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി: സർവശക്തനായ ദൈവമേ, എൻ്റെ ശത്രുവിനെ എൻ്റെ വഴിയിൽ നിന്ന് മാറ്റണമേ. ഈ പ്രാർത്ഥന മുഴങ്ങിയ ഉടനെ യക്ഷി അപ്രത്യക്ഷയായി. രാജകുമാരൻ തിരിച്ചു വന്ന് രാജാവിനോട് കഥകളെല്ലാം പറഞ്ഞു. മന്ത്രിയുടെ ഗൂഢാലോചനയിൽ കുപിതനായ രാജാവ് അയാളെ കൊന്നു. അതുപോലെ ഈ വൈദ്യനെ അത്യധികം വിശ്വസിക്കരുത്. അയാൾ അങ്ങയുടെ ചങ്ങാതിയായി അങ്ങയെ കൊല്ലാനാണ് തുനിയുന്നത്. കേവലം ഒരു നിസ്സാര സാധനം കൊണ്ട് അങ്ങയെ രോഗവിമുക്തനാക്കിയ അയാൾക്ക് അങ്ങയെ കൊല്ലാൻ വല്ല വിഷമവുമുണ്ടോ? രാജാവ് മന്ത്രിയുടെ വാക്കുകളിൽ കുടുങ്ങി. വൈദ്യനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. പതിവ് പോലെ എത്തിയ റയ്യാനെ സ്വീകരിച്ചത് ഉപചാര വാക്കുകളല്ല, മരിക്കാൻ തയ്യാറാകണമെന്ന ഭീഷണിയാണ്. വൈദ്യൻ ദൈവത്തെ വിളിച്ചു കരഞ്ഞു: എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ദൈവം എഴുന്നേറ്റ് വന്ന് അങ്ങയെ കൊല്ലും. പക്ഷേ രാജാവ് അതൊന്നും കേട്ടില്ല. ഒടുവിൽ ആരാച്ചാർ വന്ന് വൈദ്യന്റെ കണ്ണുകൾ മൂടി. കത്തിക്ക് മൂർച്ച കൂട്ടാൻ തുടങ്ങി. വൈദ്യൻ കരയുന്നുണ്ടായിരുന്നു. ഒരു തരം മുതലയുടെ സ്വഭാവമാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്. ഇങ്ങനെയാണോ എന്നോട് പ്രത്യുപകാരം ചെയ്യേണ്ടത്? പക്ഷേ രാജാവ് ഒന്നും തന്നെ കേട്ടില്ല. രാജധാനിയിലുള്ള മിക്ക മന്ത്രിമാരും വൈദ്യന്റെ പക്ഷത്തായിരുന്നു. അവസാനം വൈദ്യൻ രാജാവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു: എൻ്റെ വീട് വരെ പോകുവാൻ എനിക്ക് ദയവായി അനുവാദം തരണം. എൻ്റെ വീട്ടുകാരോട് യാത്ര പറയണം. എൻ്റെ വൈദ്യശാസ്ത്രകൃതികൾ നശിപ്പിക്കാനുണ്ട്. എന്നാലും അതിലൊരു ഗ്രന്ഥം അങ്ങ് സൂക്ഷിക്കണം. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും മൂല്യം അതിലുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ആ പുസ്തകത്തിൻ്റെ 3 താളുകൾ മറിക്കണം. എന്നിട്ട് ഇടതുവശത്തെ താളിൻ്റെ മുകളിലെ 3 വരികൾ വായിക്കണം. മണ്ണിൽ അറ്റു വീണ് കിടക്കുന്ന എൻ്റെ ശിരസ് അപ്പോൾ ഏത് ചോദ്യത്തിനും ഉത്തരം പറയും. രാജാവിന് സന്തോഷമായി. വൈദ്യന്റെ അപേക്ഷ അനുവദിച്ചു. പറഞ്ഞ പോലെ വൈദ്യൻ വീട്ടിൽ പോയി ഒരു പഴയ പുസ്തകവും പൊടി നിറച്ച ഒരു പെട്ടിയുമായി തിരിച്ചു വന്നു. രാജാവിൻ്റെ മുമ്പിൽ വെച്ച് പെട്ടിയിലെ പൊടി ഒരു താലത്തിലിട്ട് കൈ കൊണ്ട് പരത്തി. പുസ്തകം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു: എൻ്റെ കഴുത്തറുക്കുന്നതുവരെ ഇത് തുറക്കരുത്. മുറിച്ചു കഴിഞ്ഞാൽ തല ഈ താലത്തിൽ അമർത്തി വെക്കണം. അപ്പോൾ രക്തം നിൽക്കും. എന്നിട്ടേ ഗ്രന്ഥം തുറക്കാവൂ. പക്ഷേ രാജാവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അക്ഷമനായി ഗ്രന്ഥം തുറന്നു. പൊടി കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നു പുസ്തകത്താളുകൾ. നാക്കിൽ തൊട്ട് വിരൽ നനച്ച് രാജാവ് താളുകൾ മറിക്കാൻ തുടങ്ങി. അങ്ങനെ 6 താളുകൾ മറിച്ചു നോക്കി. എന്നിട്ടും ഒന്നും എഴുതിയിരിക്കുന്നത് കണ്ടില്ല. പിന്നെയും പിന്നെയും താളുകൾ മറിക്കാൻ വൈദ്യൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം ആ പുസ്തകത്തിലുണ്ടായിരുന്ന വിഷം നാവിൽ കൂടി ശരീരത്തിൽ വ്യാപിച്ച് രാജാവ് മരിച്ചു വീണു. റയ്യാനെ കൊല്ലാൻ നോക്കിയ രാജാവിനെ അങ്ങനെ ദൈവം ശിക്ഷിച്ചു. ഈ കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും നേരം പുലർന്നു. അടുത്ത രാത്രിയിലും ഷഹ്റസാദ് കുമാരി കഥ തുടർന്നു. കഥ കേട്ടിരുന്ന ഭൂതത്തോട് മുക്കുവൻ പറഞ്ഞു: നീ എന്നെ കൊല്ലാൻ പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ദൈവം രക്ഷിക്കുമായിരുന്നു. ഇനി നിനക്ക് ഗതി വെള്ളത്തിൽ തന്നെ. ഭൂതം പിന്നെയും കെഞ്ചാൻ തുടങ്ങി: ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലില്ല. നീ ആവശ്യപ്പെടുന്നതെല്ലാം തരാം. എന്നെ രക്ഷിക്കണം. ഒടുവിൽ ദയാലുവായി മുക്കുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാത്രം തുറന്നു. പുറത്തു വന്ന ഭൂതം
തന്നെ പിന്തുടരാൻ മുക്കുവനോട് പറഞ്ഞു. അവർ ഒരു പർവ്വതവും താഴ്വരയും പിന്നിട്ട് ഒരു തടാകത്തിലെത്തി. ഭൂതം മുക്കുവനോട് തടാകത്തിൽ വല വീശാൻ പറഞ്ഞു. ആ തടാകത്തിൽ പല നിറത്തിലുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു. അവൻ വലയെറിഞ്ഞ് 4 നിറത്തിലുള്ള വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, നീല എന്നിങ്ങനെ 4 മത്സ്യങ്ങളെ പിടിച്ചു. ആ മത്സ്യങ്ങളെ സുൽത്താന്റെ രാജധാനിയിൽ കൊണ്ടുകൊടുത്താൽ സുൽത്താൻ മുക്കുവനെ ധനികനാക്കുമെന്നും ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ആ തടാകത്തിൽ വന്ന് മീൻ പിടിക്കാൻ പാടുള്ളൂ എന്നും മുക്കുവനെ ഉപദേശിച്ച് ഭൂതം അപ്രത്യക്ഷമായി. മുക്കുവൻ 4 മത്സ്യങ്ങളെയും കൊണ്ട് രാജാവിനെ സമീപിച്ചു. രാജാവിന് 3 ദിവസം മുമ്പ് കറുത്ത പാചകക്കാരിയെ ലഭിച്ചിരുന്നു. ആ മത്സ്യം അവളെ കൊണ്ട് പാകം ചെയ്യിപ്പിക്കുവാൻ രാജാവ് ആജ്ഞാപിച്ചു. മുക്കുവന് നിറയെ പണവും കൊടുത്തു. മുക്കുവൻ സന്തുഷ്ടനായി തിരിച്ച് വീട്ടിലെത്തി. വേലക്കാരി മത്സ്യങ്ങൾ കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് പൊരിച്ചു. ഒരു ഭാഗം വെന്തപ്പോൾ മറിച്ചിട്ടു. പെട്ടെന്ന് അടുക്കള ചുമര് തുറന്ന് ഒരു സുന്ദരി പ്രത്യക്ഷയായി. അവളുടെ അവയവങ്ങളെല്ലാം കടഞ്ഞെടുത്തതുപോലെയിരുന്നു. കറുത്ത മിഴികളും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. തലയിലൊരു നീല തുണി കെട്ടിയിരുന്നു. കൈകളിൽ സ്വർണവളകൾ, വിരലുകളിൽ തിളങ്ങുന്ന മോതിരങ്ങൾ. അവൾ ഒരു മുളക്കമ്പുമായി അടുപ്പിനരികെ വന്ന് പാത്രത്തിൽ നോക്കി ചോദിച്ചു, നിങ്ങൾ വിശ്വസ്തരാണോ? ഇതെല്ലാം കണ്ട വേലക്കാരി ബോധം കെട്ട് വീണു. 2-3 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മത്സ്യങ്ങൾ ഓരോന്നായി തലപൊക്കി. അവ പറഞ്ഞു, ഞങ്ങൾ വിശ്വസ്തരാണ്. ആ സുന്ദരി അവയെ ഉപദേശിച്ചു, തിരിച്ചു വരൂ, അവിശ്വസ്തത കാണിക്കരുത്. ഇതും പറഞ്ഞ് അവൾ വന്ന വഴിയെ തിരോധാനം ചെയ്തു. വേലക്കാരി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മത്സ്യങ്ങളെല്ലാം തീയിൽ വീണ് കരിഞ്ഞിരുന്നു. എൻ്റെ ആദ്യത്തെ വെപ്പ് തന്നെ ഇങ്ങനെയായല്ലോ എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും മന്ത്രി വന്നു. അവൾ മന്ത്രിയോട് എല്ലാ കാര്യവും പറഞ്ഞു. മന്ത്രി മുക്കോനെ വിളിച്ച് മുമ്പ് കൊണ്ടുവന്നതുപോലുള്ള 4 മത്സ്യങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അതുപോലുള്ള മത്സ്യങ്ങൾ കൊണ്ടുവന്നു. മന്ത്രി വേലക്കാരിയോട് തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാചകം ചെയ്യാൻ പറഞ്ഞു. എന്നാൽ നന്നാക്കിയ മത്സ്യങ്ങളെ വറവ് ചട്ടിയിലേക്ക് ഇട്ടയുടനെ പഴയപടി ചുവര് തുറന്ന് ആ സുന്ദരി പ്രത്യക്ഷയായി. അവൾ മുമ്പ് ചോദിച്ച ചോദ്യം ചോദിച്ചു. പക്ഷേ നീ ഞങ്ങളോട് അവിശ്വസ്തത കാണിച്ചാൽ ഫലം അനുഭവിക്കും. മത്സ്യങ്ങൾ പറഞ്ഞു. മത്സ്യങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ സുന്ദരി അവളുടെ മന്ത്രവടി കൊണ്ട് ആ പാത്രം ഒന്നിളക്കി. എന്നിട്ട് ചുമരിലെ വിടവിലൂടെ അപ്രത്യക്ഷയായി. മന്ത്രി ഉടൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം രാജാവിനെ ഉണർത്തിച്ചു. രാജാവിനിതെല്ലാം നേരിട്ട് കാണണമെന്നായി. മുക്കുവനെ ആളയച്ചു വരുത്തി മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് പോലുള്ള 4 മത്സ്യങ്ങൾ 3 ദിവസത്തിനകം കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. മുക്കുവൻ മത്സ്യങ്ങളുമായി അതിവേഗം മടങ്ങി വന്നു. പ്രതിഫലമായി അവന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു. രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാചകം ആരംഭിച്ചു. മന്ത്രി തന്നെ മത്സ്യം കഴുകി പൊരിക്കാനായി പാത്രത്തിലിട്ടു. ഒരു ഭാഗം വെന്തപ്പോൾ മറിച്ചിട്ടു. ഉടനെ ചുമർ തുറന്ന് ഒരു നീഗ്രോ രാക്ഷസനെ പോലൊരുത്തൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കയ്യിൽ ഒരു പച്ച കമ്പുണ്ടായിരുന്നു. ഭീകരമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചു, മത്സ്യങ്ങളെ, നിങ്ങൾ വിശ്വസ്തരാണോ? എല്ലാ മത്സ്യങ്ങളും പാത്രത്തിൽ നിന്നും തലപൊക്കി. അതെ, ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണ്. നീ തിരിച്ചു വന്നാൽ ഞങ്ങളും വിശ്വസ്തരായിരിക്കും. പക്ഷേ നീ ചതിച്ചാൽ അത് നിന്റെ നാശത്തിനാണ്. മത്സ്യങ്ങൾ മറുപടി പറഞ്ഞു. ഉടനെ നീഗ്രോ അവൻ്റെ കയ്യിലെ കമ്പുകൊണ്ട് പാത്രം മറച്ചിട്ടു. മത്സ്യങ്ങൾ കരിഞ്ഞ് കരിക്കട്ടകളായി. രാജാവിന് ഈ മത്സ്യങ്ങളുടെ കഥയറിയാൻ തിടുക്കമായി. മുക്കോനെ വിളിച്ചന്വേഷിച്ചപ്പോൾ എവിടെ നിന്നാണ് മത്സ്യങ്ങളെ പിടിച്ചതെന്ന് മനസ്സിലായി. രാജാവും മുക്കുവനും സൈന്യങ്ങളും കൂടി ആ താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മരുഭൂമി പോലെ വിജനമായ ആ താഴ്വരയിൽ തടാകത്തിലെ മത്സ്യങ്ങൾ കണ്ട് അവർ അത്ഭുത സ്തബ്ധരായി. പർവ്വതങ്ങൾക്ക് ചുറ്റും നോക്കി വരാൻ രാജാവ് സൈന്യത്തെ നിയോഗിച്ചു. എന്നിട്ട് പണ്ഡിതനായ തൻ്റെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഈ തടാകത്തിൻ്റെ അത്ഭുത രഹസ്യമറിയാതെ ഞാൻ മടങ്ങില്ല.
ഇന്ന് രാത്രി തന്നെ ഞാൻ ഒറ്റയ്ക്ക് രഹസ്യം അന്വേഷിക്കാൻ ഇറങ്ങും. നിങ്ങളുടെ ചുമതല എൻ്റെ കുടീരത്തിന് കാവൽ നിൽക്കുകയാണ്. ആര് വന്നാലും അതിനകത്തേക്ക് കടത്തരുത്. എനിക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി. രാജാവ് ആരും അറിയാതെ അന്ന് രാത്രി തന്നെ യാത്ര തുടർന്നു. നീണ്ട യാത്ര. രണ്ടാമത്തെ ദിവസം രാവിലെ ദൂരെയായി കറുത്ത ബിന്ദു പോലെ എന്തോ ഒന്ന് കണ്ടു. അടുത്തു ചെന്നപ്പോൾ അതൊരു വലിയ രാജധാനിയായിരുന്നു. കറുത്ത കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു രാജധാനി. രാജധാനിയുടെ കൂറ്റൻ കവാടത്തിൽ രാജാവ് 3-4 പ്രാവശ്യം തട്ടി വിളിച്ചു നോക്കി. ആരും വന്നില്ല. കൊട്ടാരം ശൂന്യമാണ്. കതക് തള്ളി തുറന്ന് അദ്ദേഹം രാജധാനിയിലേക്ക് ധൈര്യപൂർവ്വം നടന്നു. കൊട്ടാരത്തിനകത്ത് 4 സ്വർണ്ണ സിംഹങ്ങൾ ചുമക്കുന്ന ഒരു ജലധാര യന്ത്രമുണ്ടായിരുന്നു. അതിൽ നിന്ന് നിർഗളിച്ചിരുന്ന വെള്ളം വൈരക്കല്ലുകളും മുത്തുകളുമാണെന്ന് തോന്നി. ആ മുറ്റത്ത് നിറയെ പക്ഷികളുണ്ടായിരുന്നു. എന്നാൽ അവയ്ക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സ്വർണ്ണ പലക കൊണ്ട് അവയെ മൂടിയിരുന്നു. രാജാവ് ശ്മശാനമൂകമായ വിശാല തളത്തിൽ തെല്ലിട വിശ്രമിച്ചു. പെട്ടെന്ന് വികാരഭരിതമായ ഒരു ശബ്ദം. വിഷാദം കലർന്ന ഒരു പ്രേമഗാനത്തിൻ്റെ ഈരടികൾ. എവിടെ നിന്നാണിത്? വിസ്മയഭരിതനായ രാജാവ് ശബ്ദത്തെ പിന്തുടർന്ന് ചെന്നപ്പോൾ യവനികയിട്ട് മൂടിയ ഒരു വാതിൽ കണ്ടു. യവനിക മാറ്റി നോക്കിയപ്പോൾ ഒരു വലിയ തളത്തിൻ്റെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ മെത്തയിൽ കൈമുട്ടൂന്നി കിടക്കുന്നത് കണ്ടു. അയാൾ അതീവ സുന്ദരനായിരുന്നു. റോസാപ്പൂ ദളങ്ങൾ പോലെയായിരുന്നു അവൻ്റെ കവിൾത്തടങ്ങൾ. മുഖം പൂ പോലെയിരിക്കുന്നു. അവൻ്റെ കവിളിൽ മനോഹരമായ കാക്കപ്പുള്ളി തിളങ്ങി. രാജാവ് ചെറുപ്പക്കാരനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അകത്തേക്ക് കടന്നു. എന്നാൽ സ്വർണ്ണ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ദുഃഖിതനായി കിടക്കയിൽ തന്നെ കിടന്നു. ആ തടാകത്തിൻ്റെയും നിറപ്പകിട്ടുള്ള മത്സ്യങ്ങളുടെയും രാജധാനിയുടെയും അവൻ്റെ ഏകാന്തതയുടെയും കണ്ണുനീരിൻ്റെയും കഥ അറിയുവാൻ രാജാവ് താല്പര്യം കാണിച്ചു. ഇത് കേട്ട് യുവാവ് തൻ്റെ ദുഃഖകഥ പറയാൻ തുടങ്ങി. എനിക്ക് വന്നപ്പോലൊരു കഷ്ടകാലം ആർക്കും ഒരു കാലത്തും ഉണ്ടായി കാണില്ല. അയാൾ തൻ്റെ ദുർബലമായി കൈപൊക്കി വസ്ത്രം മാറ്റി. ആ യുവാവിൻ്റെ അര തൊട്ട് കീഴ്പോട്ടുള്ള ഭാഗം മാർബിളായിരുന്നു. അരയ്ക്ക് മേൽപോട്ടുള്ള തലവരെ സജീവ മനുഷ്യരൂപവും. അയാൾ തുടർന്നു. മത്സ്യങ്ങളുടെ കഥ തികച്ചും അത്ഭുതകരമാണ്. മനുഷ്യ മനസ്സുകൾക്ക് ഒരു പാഠം തന്നെയാണത്. ഈ പ്രദേശം വലിയൊരു നഗരമായിരുന്നു. എൻ്റെ പിതാവ് ആ നഗരത്തിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹ്മൂദ്. കറുത്ത ദ്വീപുകളുടെ യജമാനായിരുന്നു അദ്ദേഹം. അത് ഇന്ന് 4 പർവ്വതങ്ങളായി തീർന്നിരിക്കുന്നു. അദ്ദേഹം 70 വർഷം രാജ്യം ഭരിച്ചു. പിന്നീട് ഞാൻ സുൽത്താനായി. എൻ്റെ അമ്മാവൻ്റെ മകളെയാണ് ഞാൻ വിവാഹം ചെയ്തത്. അവൾ എന്നെ അത്യധികം സ്നേഹിച്ചിരുന്നു. 5 വർഷം ഞങ്ങൾ സന്തുഷ്ടിയോടെ ജീവിച്ചു. ഒരു ദിവസം അവൾ കുളിക്കാൻ പോയപ്പോൾ ഞാനിവിടെ തളത്തിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അടിമ പെണ്ണുങ്ങൾ എൻ്റെ തലക്കിലും കാൽക്കിലും ഇരുന്ന് വീശിക്കൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങിയെന്ന് കരുതി ഒരുവൾ കൂട്ടുകാരിയോട് വർത്തമാനം പറയാൻ തുടങ്ങി. കഷ്ടം! നമ്മുടെ യജമാനൻ എന്തു പാവമാണ്! ഈ വൃത്തികെട്ട ജന്തുവിനെയാണല്ലോ അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടിയത്. രാത്രി മുഴുവൻ ഒരു തെമ്മാടിയുടെ കൂടെ ചെലവഴിക്കുന്ന വഞ്ചകിയല്ലേ അവൾ. ഞാൻ ഞെട്ടിപ്പോയി. സത്യം തന്നെയാണോ ഈ കേൾക്കുന്നത്? എല്ലാ രാത്രിയും വീഞ്ഞിലെന്തോ മരുന്നിട്ട് എന്നെ മയക്കിയിട്ടാണ് അവൾ പോകുന്നതെന്നും തിരിച്ചു വരുമ്പോൾ എന്തോ മണപ്പിച്ച് ഉണർത്തുകയാണ് പതിവെന്നും എനിക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. ആ നീചയെ പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി പതിവ് പോലെ അവൾ തന്ന വീഞ്ഞ് ഞാൻ പതുക്കെ അവൾ കാണാതെ ഒഴിച്ചു കളഞ്ഞു. ബോധം കെട്ടവനെ പോലെ ഉറക്കം നടിച്ചു. ഞാൻ ഉറങ്ങിയെന്ന് വിശ്വസിച്ച് പതിവ് പോലെ അവൾ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോയി. ഞാൻ അവളെ പിന്തുടർന്നു. അവൾ എത്തിച്ചേർന്നത് പട്ടണത്തിന് വെളിയിലുള്ള ഒരു മൺകുടിലാണ്. കുടിലിൻ്റെ മുകളിൽ കൂടി ഞാൻ എത്തി നോക്കി. അവിടെ വൃത്തികെട്ട ഒരു കറുത്ത നീഗ്രോ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. രോഗബാധിതനായ അവൻ്റെ ചുണ്ടുകൾ കറുത്ത് തടിച്ച് വികൃതമായിരുന്നു. നേരെ വൈകിയതിന് അവൻ അവളെ വഴക്ക് പറയുന്നത് കേട്ടു.
ഭർത്താവ് കാരണമാണ് വൈകിയതെന്നും ഭർത്താവിനെ കാണും തന്നെ അവൾക്ക് വെറുപ്പാണെന്നുമായിരുന്നു അവളുടെ മറുപടി. ഇനി ഒരു ദിവസം നേരം വൈകിയാൽ താൻ അവളെ ഉപേക്ഷിക്കുമെന്ന് ആ വികൃതഗാത്രൻ താക്കീത് നൽകി. അവളുടെ സംഭാഷണം കേട്ടിട്ട് ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. പിന്നീട് അവൻ്റെ മുമ്പിൽ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ എനിക്ക് പറയാൻ കൂടി വയ്യ. അവൻ്റെ കൂടെ ആ വൃത്തികെട്ട കിടക്കയിൽ അവൾ ശയിക്കും തൂടി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുറിയിലേക്ക് ഞാൻ ചാടിക്കയറി. ആദ്യം തന്നെ അവൻ്റെ കഴുത്ത് വെട്ടി. അവൻ മരിച്ചെന്ന് കരുതി ഞാൻ ഓടിപ്പോയി. അത്ര ഭീകരമായൊരു നിലവിളിയാണ് അവനിൽ നിന്നും പുറപ്പെട്ടത്. ഞാൻ തിരിച്ചെത്തി ഉറക്കം നടിച്ചു കിടന്നു. അവൾ പതിവ് പോലെ തിരിച്ചു വന്ന് എൻ്റെ കൂടെ കിടക്കയിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ തലമുടിയെല്ലാം വെട്ടി ദുഃഖം ആചരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞ ഭാവം നടിച്ചില്ല. അവളുടെ അമ്മ മരിച്ചു, പിതാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, സഹോദരനെ തേൾ കുത്തി. അങ്ങനെ തൻ്റെ ദുഃഖത്തിന് അവൾ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു വർഷക്കാലം തനിക്ക് ദുഃഖം ആചരിക്കണമെന്നും അതിന് ഭദ്രമായി മന്ദിരം പണിയണമെന്നും അവൾ എന്നോടപേക്ഷിച്ചു. ഞാനതെല്ലാം അനുവദിച്ചു. ഒരു മന്ദിരവും അതിൻ്റെ തൊട്ട് വലിയൊരു ശവകുടീരവും അവൾ നിർമ്മിച്ചു. ആ കാമുകനെ അവൾ അങ്ങോട്ട് കൊണ്ടുപോന്നു. അവൻ മരിച്ചിരുന്നില്ല, പക്ഷേ അത്യധികം അവശനായിരുന്നു. മുറിവേറ്റ അന്ന് മുതൽ അവന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. ആയുസ് തീരാത്തതുകൊണ്ട് മാത്രം അവൻ അവിടെ കിടന്നു. ദിവസം രാവിലെയും വൈകുന്നേരവും എൻ്റെ ഭാര്യ അവിടെ പോകും, കരയും. അയാൾക്ക് സൂപ്പും ഭക്ഷണവും അവൾ കൊടുത്തു വന്നു. ഒരു വർഷം മുഴുവൻ അവൾ അങ്ങനെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം അവൾ മാറത്തടിച്ച് നിലവിളിക്കുന്നത് കേട്ടു. നീ പോയപ്പോൾ ഈ ലോകവുമായുള്ള എൻ്റെ ബന്ധം തീർന്നു. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. നിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വയ്യ എന്നെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഊരിയ വാളുമായി ഞാൻ അങ്ങോട്ട് കുതിച്ചു. എൻ്റെ കോപം ആളിക്കത്തി. വഞ്ചിതനായി ഞാൻ ആ കാമഭ്രാന്തിയെ വെട്ടി തുണ്ട് തുണ്ടാക്കാൻ വാളുയർത്തി. പൊടുന്നനെ അവൾ ഒരു ശാപവാക്ക് എടുത്തെറിഞ്ഞു. ദൈവമേ, ഇവൻ കല്ലായി പോകട്ടെ. ആ നിമിഷം എൻ്റെ ശരീരത്തിൻ്റെ കീഴ്ഭാഗം മരവിക്കാൻ തുടങ്ങി. ഒരുവിധം മെത്തയിൽ വന്നു വീണ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ശിലയായി. ഞാൻ ബലരഹിതനായി തീർന്നു. എൻ്റെ രാജ്യത്തെ 4 ദ്വീപുകൾ അവൾ മാന്ത്രിക ശക്തിയാൽ പർവ്വതങ്ങളാക്കി, ആളുകളെ മത്സ്യങ്ങളാക്കി. ദിവസവും അവൾ ഇവിടെ വന്ന് ഒരു ചാട്ടവാറുകൊണ്ട് 100 അടി എന്നെ അടിക്കും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ചെറുപ്പക്കാരൻ്റെ സ്വരം പൊട്ടിക്കരച്ചിലായി മാറി. രാജകുമാരൻ്റെ വർത്തമാനം കേട്ടിരുന്ന രാജാവിൻ്റെ മൂകത ആ പിശാചിൽ നിന്ന് എങ്ങനെയെങ്കിലും അയാളെ മുക്തനാക്കുമെന്ന പ്രതിജ്ഞയുടെ സൂചനയായിരുന്നു. അദ്ദേഹം നീഗ്രോ കിടന്നിടം കണ്ടെത്തി. കൗശലത്തിൽ കടന്നു ചെന്ന് ഓർക്കാപ്പുറത്ത് ആ വികൃത സത്വത്തെ വെട്ടിക്കൊന്നു. ജഡം കിണറ്റിൽ കൊണ്ടിട്ടു. തിരികെ വന്ന് നീഗ്രോയുടെ വസ്ത്രങ്ങളണിഞ്ഞ് അവൻ കിടന്നെടുത്ത് അനങ്ങാതെ കിടന്നു. പതിവ് പോലെ രാജകുമാരി വൈകുന്നേരം കാമുകന്റെ അരികിലെത്തി വിലപിക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ പോലെ മഹത്വമുള്ള ഒരു ശക്തിയുമില്ല എന്ന് രാജാവ് പതുക്കെ നീഗ്രോയുടെ സ്വരത്തിൽ മന്ത്രിച്ചു. അവൾ തൻ്റെ കാമുകന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. ഉടനെ രാജാവ് അവൻ്റെ സ്വരത്തിൽ തന്നെ മന്ത്രിച്ചു. നീ നിന്റെ ഭർത്താവിനെ ദിവസവും ക്രൂരമായി ചാട്ടവാർ കൊണ്ട് അടിക്കുന്നുണ്ടല്ലോ. അവൻ്റെ ദയനീയമായ കരച്ചിൽ കാരണം എനിക്ക് കൺപോളകൾ അടയ്ക്കാൻ പറ്റുന്നില്ല. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് തന്നെ രോഗവിമുക്തനായേനെ. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അവൾ കാമുകന്റെ വ്യാധി മാറുമെന്ന പ്രത്യാശയോടെ സന്തോഷവതിയായി രാജധാനിയിൽ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്കണഞ്ഞു. മന്ത്രം ജപിച്ച് കുറെ വെള്ളം ഭർത്താവിൻ്റെ മേൽ തളിച്ചു. രാജകുമാരന് ഉടനെ പൂർവ്വരൂപം തിരിച്ചു കിട്ടി. എൻ്റെ അല്ലാഹു എന്നെ രക്ഷിച്ചു. സന്തോഷത്തോടെ രാജകുമാരൻ ചാടി എഴുന്നേറ്റു. അവൾ തിരികെ കാമുകന്റെ സമീപത്ത് വന്ന് മൃദുസ്വരത്തിൽ വിളിച്ച് താൻ ചെയ്ത കാര്യം അറിയിച്ചു. ഇതുകൊണ്ടുമായില്ല എന്നായി അവൻ. നീ മത്സ്യങ്ങളാക്കിയ മനുഷ്യരെല്ലാം നമ്മൾ 2 പേരെയും
രാപ്പകൽ ശപിക്കുകയാണ്. അവരെ കൂടി രക്ഷിച്ചാലേ രോഗം പൂർണ്ണമായും സുഖപ്പെടൂ. ഉടനെ ആ ആഗ്രഹവും സാധിപ്പിക്കാൻ തയ്യാറായി അവൾ തടാകത്തിലേക്ക് ഓടി. ആ മന്ത്രവാദിനി കുറച്ച് വെള്ളമെടുത്ത് തെളിച്ച് മത്സ്യങ്ങളെല്ലാം മനുഷ്യരൂപത്തിലാക്കി, പർവ്വതങ്ങളെ ദ്വീപുകളാക്കി. ഇതെല്ലാം കഴിഞ്ഞ് തൻ്റെ കാമുകനെ ആശ്ലേഷിക്കാൻ ഓടിയെത്തിയ രാക്ഷസിയെ രാജാവ് സൂത്രത്തിൽ ആലിംഗനം ചെയ്യാനെന്ന ഭാവത്തിൽ പിടിച്ചു. എന്നിട്ട് കുത്തിക്കൊന്ന് 2 പകുതിയാക്കി മുറിച്ചിട്ടു. പുറത്ത് രാജാവിനെയും കാത്ത് രാജകുമാരൻ നിൽപ്പുണ്ടായിരുന്നു. രാജാവ് രാജകുമാരനോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുന്നുവോ അതോ ഇവിടെ തന്നെ താമസിക്കുന്നുവോ? രാജകുമാരൻ പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്ന മാതിരി ചെറുതല്ല എൻ്റെ ഈ രാജ്യം. അങ്ങ് ഇവിടെ 2 ദിവസം കൊണ്ടെത്തിയത് എൻ്റെ രാജ്യം മന്ത്രവാദത്തിന് അധീനമായിരുന്നു കൊണ്ടാണ്. ഇനി 1 വർഷത്തെ യാത്ര കൊണ്ടേ അങ്ങയുടെ രാജ്യത്തെത്താൻ പറ്റൂ. പിതാവിനെ പോലെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ കാണാതെ 1 നിമിഷം പോലും എനിക്കിരിക്കാൻ പറ്റില്ല. രാജാവിന് പുത്രന്മാരിലായിരുന്നു. അതുകൊണ്ട് രാജകുമാരൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. എൻ്റെ മകനാണ് നീ. രാജാവ് ആ യുവാവിനെ വാത്സല്യത്തോടെ ആശ്ലേഷിച്ചു. 2 പേരും കൂടി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. 1 വർഷം കൊണ്ട് രാജധാനിയിലെത്തി. മന്ത്രിമാരും സേനാനായകന്മാരും രാജാവിനെ ഇനി കാണാൻ പറ്റില്ലെന്ന് തീർച്ചയാക്കിയിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജാവ് മന്ത്രിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. മുക്കുവനെ വിളിച്ചു വരുത്തി വീണ്ടും വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകി. മുക്കുവന് 2 പെൺമക്കൾ ഉണ്ടായിരുന്നതിൽ ഒരുവളെ രാജാവും ഒരുവളെ രാജകുമാരനും വിവാഹം ചെയ്തു. രാജാവിൻ്റെ മന്ത്രിയെ രാജകുമാരൻ്റെ രാജ്യത്തിലെ സുൽത്താനാക്കി വാഴിച്ചു. മുക്കുവനെ രാജ്യത്തെ ഖജാൻജിയാക്കി. ഷെഹർസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. അൽമ അമൂൻ എന്ന ഖലീഫയുടെ ആത്മമിത്രമായിരുന്നു പ്രശസ്ത ഗായകനായ ഇസഹാക്ക്. അയാൾ പറഞ്ഞ കഥയാണിത്. അന്ന് രാത്രി ഖലീഫയുടെ കൊട്ടാരത്തിലെ വിരുന്ന് കഴിഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. വഴിയിൽ വെച്ച് ഒരു മതിലിനടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് എന്നെ സ്പർശിച്ചുകൊണ്ട് താഴെ വന്ന് വീണു. നോക്കിയപ്പോൾ 4 മൂലയ്ക്കിലും കയറിട്ട് കെട്ടിയ ഒരു കുട്ട. ഉള്ളിൽ നല്ല മാർദ്ദവുമുള്ള മെത്തയുമുണ്ട്. വീഞ്ഞിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചിരുന്നതിനാൽ ഞാൻ ഒന്നും ആലോചിക്കാതെ അതിൽ കയറിയിരുന്നു. കുട്ട പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു. ആരോ അത് ഒരു മന്ദിരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് വലിച്ചടുപ്പിച്ചിറക്കി. നോക്കിയപ്പോൾ 4 സുന്ദരികൾ. അവർ ആംഗ്യം കാണിച്ചു. ഞാൻ അവരെ പിന്തുടർന്നു. മാർബിൾ കൊണ്ടുള്ള കോണിപ്പടി ഇറങ്ങി ചെന്നെത്തിയത് രാജകീയ പ്രൗഢിയുള്ള ഒരു തളത്തിലേക്കാണ്. ഞാൻ വേറെ ആരോ ആണെന്നാണ് ഇവരുടെ വിചാരം. വരുന്നത് വരട്ടെ. ഒരു സിൽക്ക് യവനിക നീങ്ങി. കൊളുത്തിയ മെഴുകുതിരികളും സുഗന്ധധൂപ കുറ്റികളുമായി കുറേ സുന്ദരിമാർ വന്നു. അവരുടെ നടുവിൽ പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരിയായ ഒരുവളെ കണ്ടു. അവൾ എന്നെ അഭിവാദ്യം ചെയ്തു. പ്രഭു, അങ്ങേക്ക് വിശ്രമിക്കാം. ആ സ്വരം കേട്ടപ്പോൾ വീഞ്ഞിന് പുറമേ അവളുടെ ലാവണ്യവും എന്നെ മത്ത് പിടിപ്പിച്ചു. ഞാനൊരു മെത്തയിലിരുന്നു. അങ്ങ് ഈ തെരുവിലെത്തുവാനും കുട്ടയിൽ കയറിയിരിക്കാനും ഇടയായതെങ്ങനെ? ഞാൻ ഉണ്ടായ വിവരം പറഞ്ഞു. ഖലീഫയുടെ ഗായകനും മിത്രവുമാണെന്ന കാര്യം മാത്രം പറഞ്ഞില്ല. ഞാനൊരു നെയ്ത്തുകാരനാണ്. ബാഗ്ദാദിൽ നെയ്ത്തുകാരുടെ തെരുവിലാണ് താമസം. അതെയോ? പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്ക് കവിതകൾ അറിയാമോ? അറിയാമെങ്കിൽ എത്ര നന്നായിരുന്നു. അല്പസ്വല്പമൊക്കെ തോന്നും, ഞാൻ പറഞ്ഞു. അപ്പോൾ ചിലതൊക്കെ ചൊല്ലുവാൻ അവൾ നിർബന്ധിച്ചു. ആദ്യം ഭവതി ചിലത് ചൊല്ലിയാൽ എനിക്ക് പ്രോത്സാഹനമാകും. തീർച്ചയായും. അവൾ ഏതാനും നല്ല കവിതകൾ ഭംഗിയായി ചൊല്ലിക്കേൾപ്പിച്ചു. പ്രാചീന കവിയായ ഇമ്രുൾ ഖൈസിൻ്റെ വരികൾ തൊട്ട് അബ്നുവാസ്, അൽ കാഷി, അബു മുസാബ് തുടങ്ങിയവരുടെ കവിതകൾ വരെ അവൾ പാടിക്കേൾപ്പിച്ചു. അവളുടെ സ്വരമാധുര്യവും ഉച്ചാരണശുദ്ധിയും എല്ലാം എന്നെ വിസ്മയിപ്പിച്ചു. ഇപ്പോൾ ലജ്ജ മാറിക്കാണും.
ഇനി നിങ്ങളുടെ ഊഴമാണ്. ഞാൻ എനിക്കറിയാവുന്ന ഏറ്റവും സുന്ദരമായ കാവ്യശകലങ്ങൾ സ്തോഭപൂർവം ആലപിച്ചു. ദൈവമേ, നെയ്ത്തുകാരുടെ തെരുവിൽ ഇത്ര സംസ്കാര സമ്പന്നരായ ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല, അവൾ വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു. ആതിഥേയ വിഭവസമൃദ്ധമായി സദ്യയൊരുക്കി. സുരഭില പുഷ്പങ്ങളും മധുരക്കനികളും ധാരാളം വിശിഷ്ട ഭോജ്യങ്ങളും അണിനിരന്നു. അവൾ വീഞ്ഞ് പകർന്നു തന്നു. നമ്മുടെ സമാഗമത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഇതാണ്. അങ്ങേക്ക് കഥകൾ അറിയാമോ? ഞാൻ പല പല രാജാക്കന്മാരെയും കുറിച്ചുള്ള രസകരങ്ങളായ കഥകളും സംഭവങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ഒരു നെയ്ത്തുകാരന് ഖലീഫമാരുടെ ജീവിതത്തെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാനാകുന്നത് അതിശയം തന്നെ. അതിൽ അത്ഭുതപ്പെടാനില്ല. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കൊട്ടാരത്തിലെ അന്തേവാസിയാണ്. അയാളിൽ നിന്ന് കിട്ടുന്നതാണിതെല്ലാം. ഞാൻ ആ സമയമെല്ലാം അവളുടെ ചുണ്ടുകളുടെയും കണ്ണുകളുടെയും ഭാഷ മനസ്സിലാക്കുകയായിരുന്നു. ഖലീഫ ഈ രംഗം കണ്ടിരുന്നെങ്കിൽ ഉടനെ പറന്നെത്തുമായിരുന്നു, ഞാൻ ഉള്ളിൽ വിചാരിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾ സംസ്കാരമുള്ള സരസനാണ്. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വീണ വായിക്കാനും പാട്ട് പാടാനും അറിയാമോ? സംഗീതം തൊഴിലായി കൊണ്ടു നടക്കുന്നവനാകയാൽ എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. പണ്ട് ഞാൻ സംഗീതം പഠിക്കാൻ ശ്രമിച്ചു. ഗുണമില്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചു. പാടാൻ ശ്രമിക്കാം, വഷളായാൽ കുറ്റപ്പെടുത്തരുത്. പക്ഷേ മുമ്പ് ഭവതി തന്നെ ഒന്ന് പാടി കേൾപ്പിച്ചാൽ നന്നായിരുന്നു. അവൾ വീണമീട്ടി പാടുവാൻ തുടങ്ങി. ജീവിതത്തിൽ അത്രയും മധുരവും മുക്തകണ്ഠവുമായ സംഗീതം ഞാൻ ശ്രവിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ വിസ്മയഭാവം കണ്ട് അവൾ ചോദിച്ചു, ഈ ഗാനം രചിച്ചതാരാണെന്നറിയാമോ? എനിക്ക് നന്നായി അറിയാമായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു, അറിയില്ല. അവൾ അതിശയത്തോടെ ചോദിച്ചു, ഈ ഗാനം ആരുടേതാണെന്ന് അറിയാത്തവരുണ്ടെന്നോ? അബുനുവാസാണ് ഇതിൻ്റെ രചയിതാവ്. സംഗീത സംവിധാനം ഇസ്ഹാഖ് എന്ന പ്രശസ്ത ഗായകനാണ്. ഒരു ഭാവവ്യത്യാസവും കൂടാതെ ഞാൻ പറഞ്ഞു, ഭവതിയോട് താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ഹാഖ് നിസാരനാണ്. വേണ്ട വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഇസ്ഹാക്കിനോട് കിടനിൽക്കുവാൻ ലോകത്തിൽ വേറെ ആരുമില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെന്ന് തോന്നുന്നു. നേരം പുലരാറായപ്പോൾ ഒരു വൃദ്ധ പരിചാരിക വന്ന് അവളെ ഓർമ്മിപ്പിച്ചു. പിരിഞ്ഞു പോരുമ്പോൾ അവൾ പറഞ്ഞു, ഔചിത്യം ഉപദേശിക്കേണ്ടതില്ലല്ലോ. ഉറ്റ സുഹൃത്തുക്കളുടെ ബന്ധം ഒരു സത്യം പോലെയാണ്. പിരിഞ്ഞു പോകുമ്പോൾ വാതിൽക്കൽ സൂക്ഷിക്കുന്നു എന്ന്. അതെനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ദുഃഖത്തോടെ യാത്ര ചോദിച്ചു. അന്ന് സായാഹ്നത്തിൽ ഞാൻ ഖലീഫയുടെ സദസ്സിൽ ചെന്നു. അദ്ദേഹം പുറത്തെവിടെയോ പോയിരിക്കുകയാണെന്നും കാത്തിരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെന്നും അംഗരക്ഷകൻ പറഞ്ഞു. ഏറെ നേരം കാത്തിരുന്നിട്ടും ഖലീഫയെ കണ്ടില്ല. സന്തോഷകരമായ ഒരു രാത്രി നഷ്ടപ്പെടുത്തുകയോ? ഞാൻ നേരെ തെരുവിലേക്ക് ഇറങ്ങി. തലേ ദിവസത്തെപ്പോലെ ആ സ്ഥലത്ത് കുട്ടയിറങ്ങി വന്നു. മുകളിലെത്തിയ എന്നെ കണ്ടപ്പോൾ ആതിഥേയ ചിരിച്ചു. നിങ്ങളിതൊരു പതിവാക്കാൻ തുടങ്ങുകയാണോ? ഞാൻ ശിരസ് കുനിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും, അതാണ് എൻ്റെ ആഗ്രഹം. അതിഥിക്ക് 3 ദിവസത്തെ സൽക്കാരം അവകാശപ്പെട്ടതാണല്ലോ. ഇത് 2ാം ദിവസമേ ആയുള്ളൂ. അവൾ എന്നെ സ്വാഗതം ചെയ്തു. ആ രാത്രിയും ആഹ്ലാദകരമായിരുന്നു. കഥകൾ പറഞ്ഞും കവിതകൾ ചൊല്ലിയും പാട്ടുകൾ പാടിയും സമയം പോയി. അപ്പോഴാണ് ഖലീഫയ്ക്ക് എന്നോട് തോന്നാവുന്ന രോഷത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. നടന്ന സംഗതി പറയാതെ അദ്ദേഹം മാപ്പ് നൽകില്ല. പറഞ്ഞാലും സ്വയം പരീക്ഷിച്ചറിയാതെ അദ്ദേഹം വിശ്വസിക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ ആതിഥേയോട് പറഞ്ഞു, ഭവതിക്ക് പാട്ടും കവിതയും വളരെ ഇഷ്ടമാണല്ലോ. എനിക്കൊരു ചങ്ങാതിയുണ്ട്, വളരെ സുന്ദരനും സംസ്കാര സമ്പന്നനുമാണ്. ഇസ്ഹാക്കിൻ്റെ സംഗീതം മുഴുവൻ അറിയാവുന്ന ആളുമാണ്. നാളെ 3ാമത്തെ ദിവസമാണല്ലോ. അയാളെ കൂട്ടിക്കൊണ്ടുവരട്ടെ. നിങ്ങളുടെ ഔചിത്യ ബുദ്ധി ക്ഷയിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ പറഞ്ഞ മാതിരിയൊക്കെയുള്ള ചങ്ങാതിയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ വിരോധമില്ല. ഞാൻ സന്തോഷത്തോടെ നന്ദി പറഞ്ഞു പിരിഞ്ഞു.
വീട്ടിൽ ചെന്നപ്പോൾ ഖലീഫയുടെ ഭടന്മാർ കാത്തിരിക്കുന്നു. അവർ എന്നെ ബന്ധിച്ച് കൊണ്ടുപോയി. ഖലീഫയുടെ കണ്ണുകൾ ക്രോധം കൊണ്ട് തുടിച്ചിരുന്നു. തെമ്മാടി, അനുസരണക്കേട് കാണിച്ചു തുടങ്ങി അല്ലേ? ഒരിക്കലുമില്ല പ്രഭു. തക്കതായ കാരണമുണ്ടായിട്ടാണ് ഞാൻ പോയത്. എന്താണത്? അത് അങ്ങും ഞാനും മാത്രമറിയേണ്ട രഹസ്യമാണ്. ഉടനെ മറ്റെല്ലാവരും നിഷ്ക്രമിച്ചു. ഞാൻ എൻ്റെ അനുഭവം വിശദമായി വിവരിച്ചു. ഇന്ന് രാത്രി അവൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും. ചെല്ലുമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. ഖലീഫ പ്രസന്നായി. അത് ശരി, കാരണം തക്കത് തന്നെ. നീ എൻ്റെ കാര്യം കൂടി ഓർത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. നേരം സന്ധ്യയായി. ഖലീഫ ഒരു കച്ചവടക്കാരൻ്റെ വേഷമണിഞ്ഞു. ഞങ്ങൾ പുറപ്പെട്ടു. സംഭാഷണത്തിനിടയിൽ എന്നെ ഇസഹാക്ക് എന്ന് പേരെടുത്ത് വിളിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുറപ്പിച്ചു. തെരുവിൽ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അന്ന് 2 കുട്ടകൾ ഇറങ്ങി വന്നു. താമസിയാതെ ഞങ്ങളെ മട്ടുപ്പാവിലേക്ക് വലിച്ചു കയറ്റി. ആതിഥേയ അന്ന് തലേ ദിവസത്തേക്കാൾ സുന്ദരിയായി കാണപ്പെട്ടു. ഖലീഫ ആ നിമിഷത്തിൽ തന്നെ അവളിൽ അനുരക്തനായതായി തോന്നി. അവൾ പാട്ട് പാടിയപ്പോൾ അദ്ദേഹം ഉന്മത്തനായി. വീഞ്ഞിൻ്റെ ലഹരി കൂടിയായപ്പോൾ മതിമറന്നു. ഇസഹാക്ക്, നീ ഇന്ന് നിന്റെ പുതിയ പാട്ടുകൾ പാടണം. ഈ മധുരസ്വരത്തിന് ഒരു മറുപടി നൽകാൻ നിനക്കേ കഴിയൂ. ഞാൻ തല കുനിച്ചു വണങ്ങി. വിശ്വാസികളുടെ തമ്പുരാനെ, അവിടുത്തെ ഹിതം. ആതിഥേയ വിസ്മയസ്തബ്ധയായി പിടഞ്ഞെഴുന്നേറ്റ് മുറിയിലേക്ക് ഓടിപ്പോയി മുഖാവരണം അണിഞ്ഞു. അവൾ നിഷ്ക്രമിച്ചതിൻ്റെ കാരണം മനസ്സിലായപ്പോൾ തൻ്റെ അശ്രദ്ധയിൽ ഖലീഫയ്ക്ക് ദുഃഖം തോന്നി. അത് ആരുടെ ഭവനമാണെന്ന് തിരക്കുവാൻ എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ വൃദ്ധപരിചാരികയെ വിളിച്ചു ചോദിച്ചു. വലിയ ആപത്തായി, വലിയ നാണക്കേട്. ഖലീഫയുടെ മന്ത്രി ഹസൻ ഇബിൻ സാഹിബിൻ്റെ മകളാണ് എൻ്റെ യജമാനത്തി. വൃദ്ധയുടെ മറുപടി കേൾപ്പിച്ചുടൻ ഖലീഫ കൽപ്പിച്ചു, മന്ത്രിയെ ഉടനെ വരുത്തുക. വലിയ അമ്പരപ്പോടെയാണ് മന്ത്രി കടന്നു വന്നത്. മന്ത്രിയെ കണ്ടയുടൻ ഖലീഫ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് ഒരു മകളുണ്ട് അല്ലേ? ഉവ്, മന്ത്രി വിനീതനായി പറഞ്ഞു. എന്താണ് അവളുടെ പേര്? ഖദീജ. വിവാഹിതയോ അതോ? കന്യകയാണ്. ഖലീഫ സന്തുഷ്ടനായി. അവളെ നിയമാനുസാരം എൻ്റെ ഭാര്യയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടിയങ്ങൾ അവിടുത്തെ അടിമകളാണ്. ഞാൻ അവൾക്ക് 1,00,000 സ്വർണം സ്ത്രീധനമായി നൽകാം. നാളെ കൊട്ടാരത്തിൽ വന്ന് അത് വാങ്ങിക്കൊള്ളൂ. എല്ലാ ആഡംബരങ്ങളോടുകൂടി മകളെ അങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ആജ്ഞാപിച്ചിട്ട് ഖലീഫ തിരിച്ചെഴുന്നള്ളി. ഇത്തവണ മുൻവാതിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത്. ഖലീഫ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, ഈ സംഭവത്തെക്കുറിച്ച് ആരോടും പറയരുത്. പറഞ്ഞാൽ പിന്നെ നിന്റെ തല കാണില്ല. ഖലീഫ മരിക്കുന്നതുവരെ ഇത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.